ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾ വിവാഹോദാസയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മതിമറന്ന് നിൽക്കണം. നിങ്ങൾ ഓർക്കണം, എൻ്റെ കർത്താവേ, ഇതൊക്കെയാണല്ലോ സഭയുടെ പിതാക്കന്മാർ പറഞ്ഞത്. എന്നാൽ ഞാനിന്ന് ഇതിൽ നിന്നല്ല എത്രയോ ദൂരെ മാറി നിൽക്കുന്നു. സഭയാം തിരുസഭയാം ഈ ഞാൻ എന്നുള്ളൊരു ഗീതമുണ്ട് അവിടെ. യേശുക്രിസ്തുവിനെ തേടിപ്പോകുന്ന സഭ, മണവാളിനെ തേടിപ്പോകുന്ന മണവാട്ടി, മണവാളിന് എവിടെയാണിരിക്കുന്ന അറിയാൻ വെമ്പലോടെ പോകുന്ന സഭ. എവിടെയെല്ലാമെല്ലാമാണ് ചുറ്റി നടന്നത്, എവിടെയെല്ലാമോ ഒക്കെ നടന്നു. പക്ഷേ മണവാളിനെ കണ്ടു കിട്ടുന്നില്ല. സഭയാം തിരുസഭയാം ഈ ഞാൻ. സഭയാം തിരുസഭയാമീ ഞാൻ, അത്യുന്നതനുടെ മണവാട്ടി, പാവന സഭ ചൊന്നീടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ, വന്ദിക്കുന്നേൻ വന്നെന്നെ വേട്ടൊരു മണവാളൻ തന്നെ, പ്രിയനെന്നെ വേട്ടോരു നാളിൽ സത്വരമുന്നതി ഞാൻ പൂണ്ടു. വേട്ട നാളിൽ, എന്നെ വിവാഹം കഴിച്ച നാളിൽ സത്വരം വേഗത്തിൽ ഞാൻ ഉന്നതി പൂണ്ടു, ഞാൻ ഭാഗ്യവതിയായി. യേശുക്രിസ്തു എന്നെ സ്വന്തം മണവാട്ടിയായി സ്വീകരിക്കുന്ന ആ സമയം, അയ്യോ എന്തൊരു മഹാസൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. എന്നെ ആ മണവാളൻ വേട്ടൊരു നാളിൽ ഞാൻ സത്വരം ഉന്നതി പൂണ്ടു. പിന്നെ സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. സൃഷ്ടികളെല്ലാം എന്നെ കണ്ട് അതിശയം പൂണ്ടു. സൃഷ്ടികളെല്ലാം, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, സൃഷ്ടികളെല്ലാം എന്നെ കണ്ട് അതിശയം പൂണ്ട് നോക്കി നിന്നു. ഇവളെന്തൊരു ഭാഗ്യവതി, ഈ മണവാട്ടി എന്തൊരു ഭാഗ്യവതി. ഇവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരാണ്? ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്ന ആരാണ്? നിത്യപരിശുദ്ധനായ ക്രിസ്തു, അരുമനാഥനായ ക്രിസ്തു, നിത്യനായ ദൈവം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം, ഈ അണ്ടകടാഹത്തെ മെനഞ്ഞുണ്ടാക്കിയ ദൈവം, സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം, നിത്യനായ ദൈവം ഈ പുറജാതി കന്യകയെ വേട്ടു. ഈ നിസ്സാര മനുഷ്യനെ ദൈവം സ്വീകരിച്ചു. ഒരു ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുന്നത് പോലെ, മണവാളൻ മണവാട്ടിയെ സ്വീകരിക്കുന്നത് പോലെ എന്നെ ചേർത്തണച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്ത് സ്നേഹിതരൊത്താനന്ദീപാൻ മേൽമണവറയവനുണ്ടാക്കി, എൻ മണവാളനെ അതിനുള്ളിൽ സ്തുതി ചെയ്യുമ്പോൾ ഞാൻ ധന്യ. എൻ്റെ മണവാളനായ ക്രിസ്തുവിനെ ഈ മണവറയിൽ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തുതി, ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യുക്തവും ന്യായവുമാണ് സ്തുതിക്കുന്നത്. നാം ഒട്ടഹസി പറയണമെന്നാണ് മധുവായിൽ നിന്നുള്ള കൽപ്പന. നാം ഒട്ടഹസി പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടനും സ്തുതിക്കപ്പെടനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ വരെയും എനിക്ക് സ്തുതി. ഹാലേലുയ്യ. ദൈവത്തിന് സ്തോത്രം. ആ സ്തുതിയുടെ മധുരിമ ആസ്വദിക്കുകയാണ് മണവാട്ടി. വിഗ്രഹമധ്യത്തീ കൂട്ടി രഹസ്യങ്ങൾ കാട്ടി, ലോകാന്ത്യം വരെ നിൻ കൂടെ ഞാനുണ്ടെന്നോടു ചൊന്ന, രാജതനൂജൻ താതൻ താൻ നിലയത്തിൽ നിന്നീ ഭാഗ്യം നിഖിലമെനിക്കരുളുകയാലേ, ഞാനവനെ വന്ദിക്കുന്നു. ബിംബാരാധനയാലെന്നെ വീഴ്ത്തിയ ദുഷ്ടനുഹാനാശം, രക്ഷകനാമീശോ സ്തോത്രം. സംരക്ഷിതയ ഞാൻ ധന്യ, എന്നെ മാമോദീസായ
നീയായുധമണിച്ച ശത്രുവായ പൈശാചികനോട് പോരാടുവാനുള്ള ആയുധം മാമോദിസായിൽ എന്നെ ദൈവം പരമേൽപ്പിച്ചു. പിന്നെ വിരലിന്മേൽ മേരക്തങ്ങൾ മോതിരമായ പേർക്കേകി പകലോനു സമൻ മാണവാളൻ പകലിനൊത്തോൾ മാണവാട്ടി മോഹന പരിമള വൃക്ഷത്തോടൊപ്പം ഭോജന സൽക്കാരം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു, ഭാഗ്യം ലഭിച്ചു. പിന്നെ പ്രിയനെ തേടിയുള്ളൊരു യാത്രയാണ്. പ്രിയനെ അന്വേഷിച്ച് ഇവൾ പുറപ്പെട്ടു. കാണുന്നില്ല, പ്രിയനെ കാണുന്നില്ല. ഇവിടെ പോയി. അപ്പോൾ ആരോ പറഞ്ഞു അവിടെ അവൻ ബേത്ലഹേമിലുണ്ട് എന്ന് പറഞ്ഞു. ബേത്ലഹേമിൽ ചെന്നപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് അവനെ മിസ്രയീമിലേക്ക് അവനെ യൗസേപ്പ് പിതാവും കന്യമാതാവും കൂടി അവനെ എടുത്തുകൊണ്ട് പോയി. മിസ്രയീമിലേക്ക് പ്രാണരക്ഷാർത്ഥം അവനെ കൊണ്ടുപോയി. ഞാൻ നിലവിളിച്ചുകൊണ്ട് മിസ്രയീമിൽ ചെന്നു. മിസ്രയീമിൽ ചെന്നപ്പോൾ അപ്പോഴാണ് കേട്ടത് അവൻ നസ്രയത്തിലേക്ക് പോയി എന്ന്. അങ്ങോട്ട് ഓടി. ഞാൻ മറുപടി പറയുകയാണ്, ഞാൻ അങ്ങോട്ട് ഓടി. പ്രിയനെ തേടിയുള്ള യാത്രയാണ്, അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവനിപ്പോൾ കേട്ടു കാനാവിലുണ്ട്, അവിടെ കല്യാണ വിരുന്നിൽ അവൻ സംബന്ധിക്കുകയാണെന്ന് കേട്ടു. ഞാൻ ഓടി അവിടെ. പക്ഷേ അവനെ കണ്ടില്ല. അവൻ അവിടുത്തെ പോയി കഴിഞ്ഞിട്ട് പക്ഷേ ഭാവം മാറ്റിയ വെള്ളം വീഞ്ഞാക്കിയ ആ വീഞ്ഞ് മധുരിക്കാൻ എനിക്ക് ആസ്വദിക്കാൻ തന്നു അവർ. ഞാൻ മങ്ങി മയങ്ങി ഏറെ നേരം മോഹാലസ്യപ്പെട്ടവളെ പോലെ ഞാൻ ഇവിടെ കിടന്നു. ഞെട്ടി ഉണർന്നു. എവിടെ എൻ്റെ പ്രിയൻ, എവിടെ? അന്വേഷിച്ചിറങ്ങി. ഞാൻ പോയി. അപ്പോഴാണ് ആരോ പറഞ്ഞു അവനിപ്പോൾ ഗോകുൽത്തായിൽ ഉണ്ട്, ഊർസേമിലുണ്ട്, ഗോകുൽത്തായിലുണ്ട്. അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ അപ്പോഴാണ് അറിയുന്നത് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി എന്ന്. ഏങ്ങിലിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ അതിവേദന കൊണ്ട് ഞാൻ ആ കുരിശിൻ്റെ അരികിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ അപ്പോഴേക്കും അവൻ മാറിക്കഴിഞ്ഞിരുന്നു, പോയി കഴിഞ്ഞിരുന്നു, മരിച്ചു പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഒരു ദൂത് കിട്ടി, എനിക്കൊരാശ്വാസം കിട്ടി. ഞാൻ നിന്നെ വീണ്ടും വന്ന് കണ്ടുകൊള്ളാം എന്ന്, നിന്നെ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന്. ആ സ്റ്റാൻസ് മാത്രം പഠിക്കും. സ്ലീപായാൽ ഞാൻ വേട്ടോടാം സുമുഖി സ്വാഗതമോതും താതനികേതം ഞാൻ പൂകി വിട്ടിടാം ഞാൻ റൂഹായേ. താതൻ്റെ സവിധത്തിൽ ഞാൻ ചെന്നതിന് ശേഷം എൻ്റെ റൂഹായെ ഞാൻ വിടാം, പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കാം. നീ ഭയപ്പെടേണ്ട, നീ ഏകാകിയല്ല, നീ അനാഥയല്ല, ഞാൻ പാവന റൂഹായെ അയച്ചു കൊള്ളാമെന്ന്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വളരെ വിനയത്തോടൊരു കാര്യം അറിയിക്കാനുണ്ട്. ആ പരിശുദ്ധ റൂഹായാണ് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ തഴുകുന്നത്. ഈ പറഞ്ഞ പാട്ടിൻ്റെയോ ഗീതങ്ങളുടെ അർത്ഥം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും, പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്കൊരു കാര്യം വേണം, പരിശുദ്ധാത്മാവ് കൂടെ വേണം, പാവന റൂഹ കൂടെ വേണം. പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. നീ എന്നെ കണ്ടില്ല എന്ന് നീ വിഷമിക്കേണ്ട, എൻ്റെ റൂഹായെ ഞാൻ അയക്കാം. ഞാൻ അപ്പുറം കടന്നുപോയി എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. എൻ്റെ റൂഹ വരും, നിനക്ക് തണലായി, താങ്ങായി, നിനക്ക് തുണയായി, ഇണയായി പരിശുദ്ധ റൂഹ വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അതാണ് ഉത്തമഗീതത്തിൻ്റെ വിഷയം. സഭയും ക്രിസ്തുവും തമ്മിലുള്ളതായ ബന്ധം. കർത്താവായ യേശു ക്രിസ്തു മണവാളൻ, സഭ മണവാട്ടി. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം, മഹാപരിശുദ്ധനായ ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ശുദ്ധിയുള്ളവനായോ ശുദ്ധിയുള്ളവളായോ? ഗൗരവമേറിയ കാര്യമാണ്. ക്രിസ്തു ആരാണ്? തിന്മ തീണ്ടാത്തവനാണ്. നിങ്ങൾ ആര് എന്നെ പാവത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിച്ചവനാണ്. ഈ ക്രിസ്തു ആരാണ്?
ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന്. യേശുക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസ് പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, വിധി അങ്ങനെയാണ്, 3 പ്രാവശ്യം വിധി ഒന്ന് തന്നെ, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ആളയച്ച് പറയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ആ നീതിമാൻ എന്ന് ആ സ്ത്രീ പോലും പറഞ്ഞു, നീതിമാൻ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പാപം തീണ്ടാത്തവനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു, പാപം സ്പർശിക്കാത്തവനായിരുന്നു, പാപത്തിന് എത്തി നോക്കാൻ വയ്യാത്തവനായിരുന്നു. ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ പറഞ്ഞു, ഇവനൊരു നീതിമാനായിരുന്നു സത്യം, ഇവൻ കുറ്റവാളിയല്ല, നീതിമാനായിരുന്നു സത്യം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വിധി ഉണ്ടായിട്ടില്ല, ഇവനെ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീനെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്നെന്ന പോലെ ഇന്നും നീതിമാന്മാർ ക്രൂശിക്കപ്പെടുന്നുണ്ട്. അന്നെന്ന പോലെ ഇന്നും വിശുദ്ധന്മാർ പരിഹസിക്കപ്പെടുന്നുണ്ട്. അന്നെന്ന പോലെ ഇന്നും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എതിർപ്പുകളും തെറ്റിദ്ധാരണകളും വിശുദ്ധ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ കുതിച്ച് തീർത്ത് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വ്യക്തമായും നിത്യനായ രക്ഷകന് പിന്നാലെ യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ഇന്നെന്ന പോലൊരു ദിവസം, നാം ആരും നനയ്ക്കാത്ത ഒരു ദിവസം, നാം ആരും ചിന്തിക്കാത്തൊരു സമയം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നാം ആരും ആഗ്രഹിക്കാത്ത സമയം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിന് ശേഷം ഒരു നിത്യതയുണ്ടല്ലോ, ഒരിക്കലും തീരാത്ത നിത്യത, അനന്തമായ നിത്യത, അവസാനമില്ലാത്ത നിത്യത, ഒരു കാലത്ത് തീരാത്തതായ നിത്യത, യുഗങ്ങൾ കഴിഞ്ഞാലും തീരാത്തതായ നിത്യത. ആ നിത്യത ക്രിസ്തുവിൻ്റെ മണവറയിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നാം പ്രശോഭിക്കണമെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കണം. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം അർപ്പണം ചെയ്യണം. നമ്മുടെ ജീവിതം, ഈ നിസ്സാരമായ ജീവിതം, ക്ഷണികമായ ജീവിതം, ഓരോരുത്തർക്കും ചിന്തിക്കാം. കൂടി വന്നാൽ എത്ര കാലമുണ്ടിനി, കൂടി വന്നാൽ ചിന്തിക്കാം. നാം ജീവിതത്തിൻ്റെ അവസാന യാമങ്ങളിലേക്ക് നടക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്, മരണത്തോട് സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണ് നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മരണം വന്നതായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വർഗീയമായ മേശയിലിരിക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. എന്താണ് എൻ്റെ യോഗ്യത എന്ന് ആരും അറിയുന്നില്ല, ഞാൻ ആരാണ് എന്നാരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ ദീപശിഖകളായി മാറണം. നിങ്ങൾ ഓരോരുത്തരും ഓരോ പന്തങ്ങളായി കത്തിജ്വലിക്കണം. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. യേശു ക്രിസ്തുവിനുള്ളതായ ഭക്തി കൊണ്ട് നിങ്ങൾ നിറയണം. നിങ്ങൾക്ക് എല്ലാം തരാൻ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. നാം കല്ലിനെയും മരത്തെയും വിഗ്രഹങ്ങളെയും അല്ല സേവിക്കുന്നത്, ജീവനുള്ള ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ സമ്പാദിച്ചു വെച്ച വലിയ സമ്പത്ത് നമുക്കുണ്ട്. പൂർവ്വപിതാക്കന്മാർ സമ്പാദിച്ചു വെച്ച സമ്പത്ത് അത് ക്രിസ്തുവിനുള്ളതായ സ്നേഹബന്ധമായിരുന്നു, ക്രിസ്തുവിനുള്ളതായ ആശ്രയമായിരുന്നു. ശരണത്താലേ നിൻ കൃപയിൽ ക്രിസ്തുവിനുള്ളതായ ശരണമായിരുന്നു, ക്രിസ്തുവിനുള്ളതായ ആശ്രയമായിരുന്നു, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുള്ളതായ അനുഭവമായിരുന്നു. പിതാക്കന്മാർ നേടിത്തന്നു, പക്ഷേ ഇന്ന് കൈവശം പോയി. ഇനി നമുക്കൊരു റിഫർമേഷൻ അല്ല വേണ്ടത്, ഒരു റീഓറിയൻറ്റേഷനാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു പുതുക്കത്തിൻ്റെ ആത്മീയ ഉണർവല്ല നമുക്ക് വേണ്ടത്, പഴമയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് വേണ്ടത്. മടങ്ങിപ്പോക്ക്, പഴമയിലേക്ക് തിരിച്ചുപോക്ക്. ഏതാണ് പഴമ? പഴയ പിതാക്കന്മാരുടെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നാം ഈ പറയുന്ന വാക്കുകൾ പലർക്കും മനസ്സിലാകുകയില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സഭ മാറണ്ട, സമുദായം മാറണ്ട എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകുന്നില്ല. സഭ മാറണ്ട, സമുദായം മാറണ്ട, മതവും മാറണ്ട എന്ന് പറയുമ്പോൾ ആർക്കും പിടികിട്ടുന്നില്ല, എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് മനസ്സിലാകുന്നില്ല. ഈ മതം മാറണ്ട എന്ന് ഞാൻ പറയാറുള്ളതിന് കാരണമുണ്ട്. ഏത് മതത്തിലേക്ക് പോകും? മതം മാറി ക്രിസ്ത്യാനികളുടെ കൂടെ ചെന്നാൽ ഏത് പള്ളിയിൽ ചേരും? ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് വന്നാൽ ആ ആൾക്ക് ഒരു വിശുദ്ധ ജീവിതം കിട്ടുമെന്നതാണ് പ്രതീക്ഷ. എന്താണ് ഉറപ്പ്? സ്വർഗീയ ഉണർവയിലേക്ക് ചേർക്കപ്പെടുന്നതാണ് പ്രതീക്ഷ.
മതം മാറി എന്നുള്ളതുകൊണ്ട് കാര്യം നടക്കുകയില്ല. മനം മാറണം. മതം മാറ്റമല്ല, മനം മാറ്റമാണ് ആവശ്യം. മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. സഭ മാറാതെ, സമുദായം മാറാതെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, പൂർവ്വപിതാക്കന്മാർ സമ്പാദിച്ചു വെച്ച ആ നിധി, ആ വലിയ നിധി നാം ഖനനം ചെയ്തെടുക്കണം. ആഴത്തിലേക്ക് ഖനനം ചെയ്തിറങ്ങണം. ആഴത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് രത്നങ്ങൾ വാരി വാരി കോരിയെടുക്കണം. അവിടെ രത്നഖനിയാണത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആമോദത്തോട് പറയട്ടെ, ഈ രത്നഖനിയിലേക്ക് ഊളിയിട്ട് പോകാൻ താല്പര്യമുള്ള കുറേ പേരെങ്കിലും ഭാഗ്യവശാൽ നമ്മുടെ കൂടെ ഉണ്ട്. ആഴമേറിയ ഈ നിധി കുംഭങ്ങൾ സംഭരിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യം. ഒരു ഉണർവിൻ്റെ അല അടിക്കുന്നുണ്ട്. അത് ഉണർവല്ല, അത് പൂർവീകരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർവിതാക്കന്മാർ അനുഭവിച്ച സമ്പത്ത് അതാണ്. വിശുദ്ധി അതാണ് സമ്പത്ത്. സ്നേഹം അതാണ് സമ്പത്ത്. പ്രിയപ്പെട്ടവരെ, ഈ മണവാട്ടിക്കുള്ള ഒരേ ഒരു യോഗ്യത വിശുദ്ധിയായിരിക്കണം. അവൾ ശുദ്ധിയുള്ള കറ തീണ്ടാത്തവളായിരിക്കണം. കറ തീണ്ടാത്തവൾ, കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടി എന്ന് എഫേസ്യർ 5-ാം അധ്യായത്തിൽ പറയും. കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടി, യാതൊരു തിന്മയും വേശാത്ത മണവാട്ടിയായി നാം നിൽക്കണം. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഓരോ അവയവവും നാം പരിശോധിക്കണം. ഓരോ അവയവവും. എൻ്റെ നാവ് അരുതാത്ത വാക്കുകൾ പറയുന്നുണ്ടോ? ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയോ ആരെയെങ്കിലും തരംതാഴ്ത്തുകയോ ചെയ്യുന്നുണ്ടോ? ആരെയെങ്കിലും അവമാനിക്കുകയോ അപവാദം പറയുകയോ ചെയ്യുന്നുണ്ടോ? എൻ്റെ നാവ് യേശുവിനെ സ്തുതിക്കാനുള്ളതാണ്. നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ നാവ് എന്തിന്? കർത്താവിക്ക് തന്ന ഈ നാവ് എന്തിന്? എത്രയോ പേര് ഊമന്മാരായി ജീവിക്കുന്നു. എനിക്കോ നാവ് തന്നു. എന്തിനാ ഈ നാവ്? ഇത് എൻ്റെ യേശുവിനെ സ്തുതിക്കാനുള്ളതാണ്. പോരാ, ഇത് യേശുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കാനുള്ള നാവ് എനിക്ക് കർത്താവ് തന്നിരിക്കുന്നു. ഇതിന് മാത്രമേ ഉപയോഗിക്കാവൂ, വേറെ ഒന്നിനും ഉപയോഗിക്കരുത്. യേശുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുക, യേശുവിനെ സ്തുതിക്കുക, യേശുവിൻ്റെ സ്നേഹത്തിൽ കൂടി മറ്റുള്ളവരെ ആ സ്നേഹത്തിലേക്ക് ആദായപ്പെടുത്തുക. കർത്താവിന് സ്തോത്രം. നമുക്ക് ദൈവം കണ്ണുകൾ തന്നിട്ടുണ്ട്. ഈ കണ്ണ് എന്തിനു ഉപയോഗിച്ചു? ഇതുവരെയും ചിന്തിച്ചു നോക്കൂ. എന്തിനുപയോഗിച്ചു? ചീത്ത പടങ്ങൾ കണ്ടില്ലേ? ചീത്ത പടങ്ങൾ കണ്ട് രസിച്ചില്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അശുദ്ധമായ ചിത്രങ്ങൾ. ബ്ലൂ ഫിലിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്. ബ്ലൂ ഫിലിം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതോ ചീത്ത പടമാണെന്ന് എനിക്കറിയാവൂ. ഞാൻ ഭാഗ്യവശാലൊന്നും കാണാൻ ഇടയായിട്ടില്ല. ബ്ലൂ ഫിലിം കണ്ട് രസിക്കുന്നത്, അതുപോലെ ചീത്തയായ വഴികളിലൂടെ നടക്കുന്നതെല്ലാം കർത്താവ് വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തെ കർത്താവ് വെറുക്കുന്നു. അഹംഭാവത്തെ കർത്താവ് വെറുക്കുന്നു. സ്വയനീതിയെ കർത്താവ് വെറുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വയപ്രതാപത്തെ കർത്താവ് വെറുക്കുന്നു. സ്വയമഹത്വത്തെ കർത്താവ് വെറുക്കുന്നു. സ്വയപ്രശംസയെ കർത്താവ് വെറുക്കുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിൽ കർത്താവിനെ വിചാരിക്കുന്നതാണ് വേദവസ്തം പറയുന്നത്. സംഘത്തിൽക്കാരൻ പറയുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നെങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആരും വില തരുന്നില്ലായിരിക്കാം. വീട്ടിൽ സ്വന്തം ഭർത്താവ് നിങ്ങൾ മാനിക്കുന്നില്ലായിരിക്കാം. വീട്ടിൽ സ്വന്തം ഭാര്യ നിങ്ങളെ ആദരിക്കുന്നില്ലായിരിക്കാം. സ്വന്തം മക്കൾ നിങ്ങളെ ഗൗനിക്കുന്നില്ലായിരിക്കാം. പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾക്ക് നിങ്ങൾ വിലയില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവരും നിങ്ങൾ വെറുക്കുകയായിരിക്കാം. നിങ്ങൾ ഒറ്റപ്പെടുത്തുകയായിരിക്കാം. സാരമില്ല, നിങ്ങളെ മാനിക്കേണ്ടവൻ മാനിച്ചാൽ മാത്രം മതി. കർത്താവായ യേശു നിങ്ങളെ കണ്ട് സന്തോഷിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് പ്രസാദയോഗ്യമായി തീരുവാൻ നിങ്ങൾ സമർപ്പിക്കണം. ഏതെല്ലാം തരത്തിൽ അവയും പ്രതിയായി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ ഒന്നൊന്നായി നിങ്ങൾ ചകഞ്ഞെടുക്കണം. ജീവിതത്തിൽ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവ് എന്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചു? ഈ നാവിൽ ഞാൻ മദ്യം പകർന്നുവോ? എൻ്റെ കർത്താവേ, മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് വേദവസ്തം പറയുന്നു. ഞാൻ ഈ മദ്യം രുചി നോക്കുവാൻ എനിക്ക് തോന്നിയിട്ടുണ്ടോ? വേണോ? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. എൻ്റെ നാവ്, എൻ്റെ വായ് എന്തിനു ഞാൻ വിട്ടുകൊടുത്തു? എൻ്റെ കർത്താവേ, നാഥ, എൻ്റെ ശബ്ദം എന്തിനു ഞാൻ വിട്ടുകൊടുത്തു? ഓരോന്നോരോന്നേ നോക്കുക. കർത്താവ് നിങ്ങൾക്ക് കൈകൾ തന്നിട്ടുണ്ട്. ഈ കൈകൾ എന്തിനുവേണ്ടി ഉപയോഗിച്ചു? നിങ്ങൾ ചീത്ത കാര്യങ്ങൾ എഴുതാൻ ഉപയോഗിച്ചുവോ? നിങ്ങൾ ഈ കൈ കൊണ്ട് എഴുതിയ ചില വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയോ അല്ലെങ്കിൽ പലതരത്തിൽ ദൈവത്തെ നകന്നു പോകാനുള്ളതായ കാരണമായി തീർന്നിട്ടുണ്ടോ? ഒന്നൊന്നായി ചിന്തിച്ച് നോക്കാം. അവയവങ്ങൾ, നമ്മുടെ കാലുകൾ പോയിക്കൊണ്ടിരുന്നു. എങ്ങോട്ട് പോയി? ദൈവാലയത്തിൽ ശുദ്ധിയ ബസ്കുദിശ സ്പർശിച്ചുള്ളവർ ഈ പാദങ്ങൾ പുക്ക്, ഉദ്യാനദ്വാരങ്ങൾ പുക്ക്, വാനവരത്ത് വസിക്കണമെന്ന് പിതാക്കന്മാർ പാടി. ദൈവത്തിന് സ്തോത്രം. ശുദ്ധിയ ബസ്കുദിശ, ഈ വെടിപ്പോടുകൂടി മദ്ബഹായിലെ വിശുദ്ധ സ്ഥലം ചവിട്ടിയ ഈ പാദങ്ങൾ സ്വർഗീയ പൂന്തോപ്പിൽ, സ്വർഗീയ ഉദ്യാനത്തിൻ്റെ ദ്വാരത്തിൽ വാതിക്കൽ ചെന്ന് അവിടെ അണയുമാറാകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വാനവരോടൊത്ത് വസിക്കണമെന്ന് പാടാൻ എളുപ്പമാണ്. സാധിക്കുമോ? നിങ്ങൾ ചിന്തിക്കൂ.
എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ഈ വായിൽ തിരുശരീരം തിരക്തു ഞാൻ സ്വീകരിച്ചു. കർത്താവേ, ഞാൻ നരകത്തിയിലേക്ക് പോകാൻ ദഹിക്കാൻ ഇടവരില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ പ്രമേയം നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരികയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ വിശുദ്ധരായി തീരണം. വിശുദ്ധർ, മണവാട്ടി വിശുദ്ധിയായിരിക്കണം. സ്തോത്രം. കറ തീണ്ടാത്തവളായിരിക്കണം. ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നിങ്ങൾ തന്നെത്താൻ ഗ്രഹിക്കണം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഞാൻ വിശുദ്ധിയായിരിക്കണം, ശുദ്ധിമതിയായിരിക്കണം, ഞാൻ വിശുദ്ധനായിരിക്കണം. എന്നിൽ സ്നേഹം മാത്രമേ ആകാവൂ. അഹംഭാവം വരരുത്. എൻ്റെ ഹൃദയത്തിൽ അല്പം നിഗളം തോന്നരുത്. ഞാൻ ഏതാണ്ടല്ല ആയിയും തോന്നരുത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് നമുക്ക് കർത്താവ് വചനം തരുന്നുണ്ട്. വിശുദ്ധിയുടെ വചനമാണ് തരുന്നത്, സ്നേഹത്തിൻ്റെ വചനമാണ് തരുന്നത്, എളിമയുടെ വചനമാണ് തരുന്നത്, ലാളിത്യത്തിൻ്റെ വചനമാണ് തരുന്നത്, സിംപ്ലിസിറ്റി, ലാളിത്യത്തിൻ്റെ വചനമാണ് തരുന്നത്, ലളിത ജീവിതം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ദൈവം നമ്മെ ചേർത്തണച്ചിരിക്കുന്നത് നമ്മെ വിശുദ്ധരാക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധരാക്കാൻ നിങ്ങൾക്ക് അതിന് വല്ല പരിപാടിയും തോന്നുന്നുണ്ടോ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എൻ്റെ കർത്താവേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ പൂർണ്ണമായി കഴുകി വെടിപ്പാക്കണമേ? ഒന്ന് ഞാൻ പറഞ്ഞു തരാം. കർത്താവായ യേശുക്രിസ്തുവിൻ സന്നിധിയിലേക്ക് നിങ്ങൾ വന്ന് ഹൃദയം സമർപ്പിച്ചാൽ ഇതുവരെ പോയ സകല പാപങ്ങളും തൻ്റെ തിരക്തത്താൽ അവൻ കഴുകിത്തരും. വന്നതെല്ലാം കഴുകിത്തരും. എന്തെല്ലാം വന്നു പോയെങ്കിലും, എന്തെല്ലാം സംഭവിച്ചു പോയെങ്കിലും എല്ലാം കഴുകിത്തരും. എല്ലാം കഴുകുന്ന ഒരു നിസ്തുല സ്നേഹമുണ്ട്. മനുഷ്യ പക്ഷേ ക്ഷമിച്ചെന്ന് വരികയില്ല. സ്വർഗത്തിലെ ദൈവം എല്ലാം ക്ഷമിക്കും. നിങ്ങൾ ചെയ്ത തെറ്റുകൾ മനുഷ്യർ ക്ഷമിച്ചെന്ന് വരികയില്ല. സ്വർഗത്തിലെ ദൈവം ക്ഷമിക്കും. ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരികയാണ്. അതിമനോഹരമായൊരു അവസരം തരികയാണ്. ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്ന ഈ ദിവസം കർത്താവ് നിങ്ങളുടെ ഒന്നു മാത്രമേ അറിയിക്കുന്നുള്ളൂ: ശുദ്ധമണവാട്ടിയായി നിൽക്കുക, വിശുദ്ധനായി നീ ജീവിക്കുക, ഒരു ശുദ്ധിമതിയായി നീ ജീവിക്കുക. നിൻ്റെ ജീവിതമാകെ മാറട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. സ്വഭാവം മാറട്ടെ. സ്വഭാവം മാറുന്നു, ചിന്താഗതികൾ മാറുന്നു, മനോഭാവം മാറുന്നു, വാക്കുകൾ മാറുന്നു, ചിന്താഗതികൾ മാറുന്നു, മനോരാജ്യങ്ങൾ മാറുന്നു, നിരൂപണങ്ങൾ മാറുന്നു, പ്രവൃത്തികൾ മാറുന്നു. നിങ്ങൾ പുതിയ മനുഷ്യനായി തീരുന്നു. എന്തൊരത്ഭുതം! ദൈവത്തിന് സ്തോത്രം. പുതിയ മനുഷ്യനായി തീരുന്നു. ഭാഗ്യവശാലതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടതല്ലേ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ പേര് ഭാര്യയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവർ, മതിച്ച് കൂത്താടി വന്ന് മദ്യവെച്ച് ലഹരി പിടിച്ചു വന്ന് ആ സാധു സ്ത്രീയെ മർദ്ദിച്ചു കൊണ്ടിരുന്നവർ എത്രയോ ശാന്തമായി ഇന്ന് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് മക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഒരു കാലത്ത് വീട് മുടിച്ചുകൊണ്ടിരുന്നവർ, വീട് തകർത്തുകൊണ്ടിരുന്നവർ ഇന്ന് സമാധാനമായി കഴിയുന്നുണ്ടല്ലോ. കൊള്ള ലാഭവുമായി അഴിമതിയും കൈക്കൂലിയുമായി ജീവിച്ചവർ ഇന്നതെല്ലാം വിട്ട് സമാധാന ജീവിതം നയിക്കുന്നുണ്ടല്ലോ. മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശയോട് പറയുകയാണ്, ഈ മാറ്റം തുടർന്ന് നിലനിൽക്കും, ഈ പരിവർത്തനം തുടർന്ന് നിലനിൽക്കും. എന്നാൽ കേൾക്കൂ, നിങ്ങളുടെ കാര്യം കേൾക്കൂ. ഈ പറഞ്ഞ ആശയങ്ങൾ ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല. മതം മാറണ്ട, സഭ മാറണ്ട, സമുദായം മാറണ്ട, ഹൃദയം മാറിയാൽ മതി എന്നുള്ള ആശയം മാത്രമല്ല, ഒരു പൈസയും ചോദിക്കാതെ, ഒരു പൈസയും പിരിക്കാതെ, സംഭാവന ചോദിക്കാതെ, സംഭാവന പിരിക്കാതെ കർത്താവിൻ്റെ വേല അഭംഗുരം നടത്തുവാനുള്ളതായ വാഞ്ച ഇന്ന് കർത്താവ് നമുക്ക് തന്നു. ആ ഭാഗ്യം കർത്താവ് നമുക്ക് തന്നതാണ്. ആ ഭാഗ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. യാതൊരു സ്ഥാപിത താല്പര്യമില്ലാതെ ഈ വേല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേല തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാത്രം നിങ്ങൾ പറയുന്നു: നിങ്ങൾ ക്രിസ്തുവിന് മണവാട്ടിയാണ് എന്ന സത്യം നിങ്ങൾ ഗ്രഹിക്കുക. ഉത്തമ ഗീതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം ഇനിയുള്ള അവസരങ്ങൾ പിന്നീട് പറഞ്ഞുകൊള്ളാം. കർത്താവിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദയവായി നിങ്ങൾ ക്രിസ്തുവിനായി നിങ്ങൾ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്. നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക. കർത്താവേ, ഇന്ന് ഈ ദൂത് ഞാൻ കേട്ടു, നിൻ്റെ ആഗ്രഹം ഞാൻ അറിഞ്ഞു, എന്നെക്കുറിച്ചുള്ള നിൻ്റെ വാഞ്ച ഞാൻ അറിഞ്ഞു, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പ്രതീക്ഷ ഞാൻ അറിഞ്ഞു. എനിക്ക് മനസ്സിലായി ഞാൻ വിശുദ്ധനായി നിൽക്കണമെന്നുള്ളതാണ് നിൻ്റെ പ്രതീക്ഷ. എനിക്ക് മനസ്സിലായി കർത്താവേ. യേശുവേ, ഇന്ന് എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ ഞാൻ ശുദ്ധിമതിയായി ജീവിക്കണമെന്നാണ്. എനിക്ക് മനസ്സിലായി നാഥ, ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ നാടിനും ഞാൻ അനുഗ്രഹമായി തീരണമെന്നാണ് നിൻ്റെ ആഗ്രഹം. ഞാനത് മനസ്സിലാക്കി കർത്താവേ. എൻ്റെ ഇടവകയിലും എൻ്റെ സഭയിലും, ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയിലും ഞാൻ അനുഗ്രഹമായി തീരണമെന്നാണ് നിൻ്റെ വാഞ്ച. ഞാൻ അറിഞ്ഞു കർത്താവേ, ഞാൻ മനസ്സിലാക്കി. ഇന്നു മുതൽ ഇതാ ഞാൻ എന്നെ തന്നെ ഒരു പുതിയ സൃഷ്ടിയായതിനു മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാം. ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാം. അനുഗ്രഹം പ്രാപിക്കാം. കുടുംബം സ്വർഗമാക്കി മാറ്റാം. കുടുംബം സ്വർഗമായി മാറുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹകരമായ സ്വർഗീയ ജീവിതത്തിൻ്റെ ശോഭനമായ ഭാവിയിലേക്ക് കർത്താവ് നിങ്ങൾ മാടി മാടി വിളിക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. വരൂ മകനെ, വരൂ മകളെ, വരൂ.
ഈ അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലൂടെ യാത്ര ചെയ്യുവാൻ നീ ഒരുങ്ങുമോ എന്ന് കർത്താവ് വിളിക്കുന്നു. നിങ്ങൾ കർത്താവിനെ സ്വീകരിപ്പീൻ, യേശുവിനെ സ്വീകരിപ്പീൻ. യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു, നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നു. യേശുവിനെ വിളിപ്പീൻ, യേശുവിനെ സ്വീകരിപ്പീൻ, യേശുവിനെ നിങ്ങൾ ഹൃദയം തുറക്കുവീൻ. നാഥ, ഇന്നു മുതൽ എൻ്റെ യേശുവേ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ നിൻ്റെ തിരുരക്തത്താൽ നീ വീണ്ടെടുത്ത ഈ പാവപ്പെട്ട ഞാൻ നിൻ്റെ വകയായി ഇനിമേൽ ജീവിക്കുമെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്താവേ എന്നെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുരക്തത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ പ്രതീക്ഷ ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ആശ നീ അറിയിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സിൻ്റെ മഹിമാധനം അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.